ആകെ പെട്ടുപോയി ആദില. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്തത് ആദിലയായിട്ട് ചോദ്യം ചെയ്യുന്ന ലാലേട്ടനെയാണ്. വിഷയം അനീഷും ആദിലും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. അതെന്തായാലും ലാലേട്ടൻ ചോദിക്കുമെന്നത് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അങ്ങനെ ലാലേട്ടൻ ആദിലയോട് പറയുന്നു, കഴിഞ്ഞ ഒരാഴ്ച ആദിലയുടെ സ്വഭാവം വളരെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് കാണികളെ എന്ന് പറയുമ്പോൾ ആദില പറയും, ഇറിറ്റേറ്റ് ആയി പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയും, എന്തോ വ്യക്തിവിരോധമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ലാലേട്ട എന്നോട് അനീഷ് പറയും. ദേഹോപദ്രവത്തിലേക്ക് പോയൊന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഹത്തേക്ക് ഉന്തിയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാ എന്ന് ആദില പറയും. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവേണ്ട ഒന്നല്ല എന്നൊക്കെ പറയുമ്പോൾ ആകെ നാണം കെട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്ന ആദിലെ കാണാം. ഒടുക്ക ഷാനവാസ് പറയും, ഞാൻ ഇവരോട് രണ്ടുപേരോടും പറയാറുണ്ട് ലാലേട്ട, ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന്, അതായത് ഇവരുടെ ഒരു കച്ചറ. അപ്പൊ ലാലേട്ടൻ പറയും, യെസ്, ആ വാക്ക് കറക്റ്റ് ആണ്. നൂറ, ഇതാണോ ആദിലയുടെ സ്വഭാവം എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് സ്വഭാവം എന്നവിടെ നൂറ ചിരിച്ചുകൊണ്ട് പറയും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെ സഹിക്കുന്നു, എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ എന്നെല്ലാം പറയുന്ന നൂറയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞ ആദില കഴിഞ്ഞ ആഴ്ച കുറച്ചധികം ഓവറായിരുന്നു. ചില ടൈമൊക്കെ ഒരു കാരണമില്ലാതെ അനീഷിനെ പോയി ചൊറിയും. അതായത് നൂറയോട് അനീഷ് എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ കയറി സംസാരിക്കും. നൂറ തന്നെ പല തവണകളായിട്ട് ആദിലയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ എനിക്കറിയാം എന്നല്ല നൂറ ആദിലയുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. എന്തായാലും ആദിലയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പുറത്ത് തനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ ആദിലയുടെ ഗെയിം എങ്ങനെയായിരിക്കുമെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.